പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഒക്കെ തന്നിരിക്കുന്ന ഈ നല്ല ദിവസത്തിന് നന്ദി. നീ വീഡിയോ ചെയ്യാനുള്ള കാരണം, പ്രിയപ്പെട്ട ചെറിയാൻ കവലയ്ക്കൽ എന്ന നമ്മുടെ ബ്രദറിന് സഭയോട് ചേർന്ന് സിനഡിനോട് ചേർന്ന് ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, സിനഡ് കുർബാനയ്ക്ക് വേണ്ടി, അനുവദിച്ച കുർബാനയ്ക്ക് വേണ്ടി അക്ഷീണം യത്നിക്കുന്ന പ്രിയപ്പെട്ട ചെറിയാൻ ബ്രദറിനെതിരെ നമ്മുടെ ഷൈജു ആൻ്റണി ഒരു പോസ്റ്റ് ഇട്ടു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്ര കാര്യമായിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഒരു ശത്രുവിനെ പറ്റി ഇത്ര കാര്യമായിട്ട് അന്വേഷിക്കണമെങ്കിൽ അന്വേഷണ ബുദ്ധി വളരെ ഭയങ്കരമാണല്ലോ അതിൻ്റെ. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടതാണ്. അദ്ദേഹം ഒരുപാട് തരികിട പരിപാടിയൊക്കെ ചെയ്തു എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിന്നെ പോലെ എല്ലാവരും എന്നാ വിചാരിച്ചേ? അദ്ദേഹം അന്നും ദൈവവചനം പറയുന്നു, ഇന്നും ദൈവവചനം പറയുന്നു. അന്നും സഭയോട് ചേർന്ന് നിൽക്കുന്നു, ഇന്നും സഭയോട് ചേർന്ന് നിൽക്കുന്നു. നിനക്ക് ഏതെങ്കിലും തരത്തിൽ ഈ മനുഷ്യനൊരു കള്ളനായിരുന്നെന്നൊന്ന് പറഞ്ഞു വെക്കാമോ? അദ്ദേഹം ആരുടെയെങ്കിലും കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് നിനക്കൊന്ന് പറഞ്ഞു വെക്കാമോ? സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നൊന്ന് പറഞ്ഞു വെക്കാമോ? അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തെപ്പറ്റി നിനക്കറിയുമോ? അദ്ദേഹത്തെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് എടുത്തു നോക്ക്. എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ പോസ്റ്റ്, ഇദ്ദേഹം എങ്ങനെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്, ഇദ്ദേഹം എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്, എന്താണ് കൊള്ളയടിച്ചതെന്ന് നീ ഒന്ന് അന്വേഷിക്കണ്ടേ? ഇന്നത്തെ കാലത്ത് ഒരാളെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ്. നീ ഒന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പറയുക, ഇയാൾ ഇന്ന കാരണങ്ങളാൽ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞെന്ന് പറ. ഇതൊന്നുമില്ലാതെ അദ്ദേഹം സഭയോട് ചേർന്ന് നിൽക്കുന്നു, വിമതർക്കെതിരെ നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കൊള്ളരുതാഴിയെ പൊളിച്ചെടുക്കാൻ കഴിയുന്ന ദൈവിക ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നീ ഒരു സുവിശേഷകനായിരുന്നില്ലേ? നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നീ ഒരു സുവിശേഷകനായിരുന്നില്ലേ? ഒരു കാര്യം വളരെ സത്യമാണ്. സുവിശേഷം അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും സുവിശേഷം ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ ആട് തീറ്റി കിട്ടുന്ന വഴിയെ പോകുന്നത് പോലെ സമ്പത്ത് കിട്ടുന്ന വഴിയെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷകനും അനുഗ്രഹിക്കപ്പെടുകയില്ല. സഭയിലെ ആദിമകാലത്തെ ശുശ്രൂഷകരുടെ കൂടെ, വൈദികരുടെ കൂടെയൊക്കെ ഇയാളെ വലിയ അടിപൊളി സുവിശേഷം പറഞ്ഞ ആളല്ലേ? അതെ, യൂദാസിനെ പോലെ തന്നെ കർത്താവിൻ്റെ കൂടെ നിന്ന് വചനം കേട്ടു, അത്ഭുതം കണ്ട്, കർത്താവിനെ മനസ്സിലാക്കി, അവൻ്റെ സാന്നിധ്യത്തിൽ ഉറങ്ങി, അവസാനം ഭൂമിയിലെ ആദ്യത്തെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ പോയവനെ പോലെ സഭയെ ഒറ്റിക്കൊടുക്കുന്ന നിങ്ങൾ, അദ്ദേഹം മാർപ്പാപ്പയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരൻ, നീ പറഞ്ഞ കണക്കൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന കേട്ടില്ലെങ്കിൽ കാല് തല്ലി ഓടിക്കുമെന്ന് പറയുന്ന ഭീകരാവസ്ഥ. അമ്മോ, ഞങ്ങൾക്ക് ലാഭമൊന്നുമില്ലടാ പോയി. ഞങ്ങൾക്ക് ശരീരനഷ്ടം, അതുപോലെ സാമ്പത്തിക നഷ്ടം, പിന്നെ ആത്മനഷ്ടം വരാതിരിക്കാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ സാത്താൻ ആവസിച്ച നിന്നെ പോലുള്ളവരൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്കത്ര പ്രശ്നമൊന്നുമില്ല. നീ ഇത് മൈൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാലും നീ പറഞ്ഞ കള്ളമെല്ലാം കൂടെ എന്തെല്ലാമായി ഏകം മീഡിയയിലൂടെ നിങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പാമ്പ്ലാനിയല്ല, അതിലും വലിയ ആളിനെ ഞങ്ങൾ വിടത്തില്ല. നീ അങ്ങനൊന്നും പേടിക്കണ്ട. നീ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞിട്ട് കള്ളനാണ്, കള്ളുകുടിയനാണ്, തോന്നിയവാസിയാണ്, ചെറിയാൻ പറഞ്ഞ് വളരെ സത്യമാണ്. എന്ത് വേണേലും ഏത് തരത്തിൽ വേണം ബ്രഹ്മചര്യം പാലിക്കുകയും ചെയ്യാം, പിന്നെ വേറെ ചില വഴിക്ക് പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ സത്യമാണെന്നേ. തെളിവ് വേണോ നിനക്ക്? ഞങ്ങൾ തെളിവ് തരാം. ചെറിയാനെ പറ്റി ഒരു തെളിവ് നിനക്ക് കിട്ടില്ല, പക്ഷെ നിന്നെ പറ്റിയുള്ള 100 തെളിവ്, നിൻ്റെ കൂടെ നിൽക്കുന്ന പുരോഹിതരെ പറ്റി 100 തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ഇതൊന്നും പഠിച്ചു കെട്ടിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അത്യാവശ്യം വന്നാൽ ഞങ്ങളതെല്ലാം എടുക്കും. മറ്റൊരുത്തനെ തെറി പറയുമ്പോൾ, മറ്റൊരുത്തൻ കള്ളനാന്ന് പറയുമ്പോൾ, അത് കള്ളനല്ലേ, കള്ളനെ മറ്റുള്ളവരെ കള്ളെന്ന് വിളിക്കാനൊക്കത്തുള്ളൂ. നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കത്തോലിക്ക സഭയുടെ ആണിക്കല്ല് പറിക്കാൻ നിന്നെപ്പോലുള്ള തിന്മ ശ്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കണം. നമുക്ക് അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ലീഹായുടെ നാമത്തിൽ വിളിക്കപ്പെടുന്ന സഭയാണിത്. നിന്നെപ്പോലുള്ള തോന്നിവാസികൾക്കുള്ളതല്ല.
അദ്ദേഹത്തിൻ്റെ കണക്കെല്ലാം നീ ഒന്ന് എടുത്ത് നോക്കിയേ. ഒരു 10 കൊല്ലത്തെ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമല്ലോ. എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വരവും ചെലവും ഒക്കെ നോക്ക്. നീയും നിൻ്റെ കുടുംബവുമായി ചേർന്ന് നിൽക്കുന്നവരുടെ അക്കൗണ്ടും എടുത്തൊന്ന് നോക്ക്. ജപ്തി വന്ന വിവരമൊക്കെ ഞങ്ങൾക്കറിയാം. ജപ്തി ചെയ്യാൻ റെഡിയായി നിന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു നടക്കുന്ന സമയമില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ല. നീ നിൽക്കുന്നിടത്ത് നിൽക്കുന്നത്. എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമുണ്ട്. കണ്ട, നീ തിന്മയുടെ കൂടെ നിൽക്കുന്നത്, പക്ഷെ നീ ഉറച്ച് നിൽക്കുന്നു. ഞങ്ങൾ നന്മയുടെ കൂടെ നിൽക്കുന്നത്, അതുകൊണ്ട് നിന്നെ വെല്ലുവിളിക്കുന്നു, ദാവീദിനെ പോലെ. ഉറപ്പ്. അതുകൊണ്ട് ആരെയും ചീത്ത പറയണ്ട. ചീത്ത പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഈ പറയുന്ന നീ നിൻ്റെ മകളെ കൊണ്ടുവന്ന് സിറോ മലബാർ സഭയുടെ കുർബാനയില്ലേ കൊണ്ട് കെട്ടിച്ചേ. ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ല. എന്നിട്ട് നീ ഇവിടെ വന്ന് വിമതരുടെ കൂടെ നിന്നിട്ട് ഇൻലിസിറ്റായ കുർബാന മതി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇതിപ്പര ആക്ഷേപം എന്തുണ്ട്? ഇതിപ്പര ആക്ഷേപം എന്തുണ്ട്? നിൻ്റെ കടബാധ്യതയൊക്കെ മാറി നീ ഇപ്പോൾ ആർഭാടത്തിൽ ജീവിക്കുന്നത് എവിടുന്നാ? ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഇത് തപ്പാൻ പിടിക്കാൻ നിന്നെ തപ്പാനൊന്നുമല്ല. ഞങ്ങൾ കർത്താവിൻ്റെ വഴി തപ്പി പോവുക. അതുകൊണ്ട് സുവിശേഷം പറഞ്ഞ നിന്നെ യൂദാസിൻ്റെ നാവെടുത്ത് ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ 30 വെള്ളിക്കാശ് വാങ്ങി സഭയെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന നിന്നെ ഒന്നും വിടില്ല ഞങ്ങൾ. ഒന്ന്. രണ്ടാമത്, പാമ്പ്ളാനി പിതാവിനെ നമുക്ക് സഭയുടെ വലിയ ആളാക്കാം. കട്ടിൽ പിതാവ് ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്കെല്ലാവരും കൂടെ എറണാകുളം അങ്കമാലി ഒരു സഭയാക്കാം. ഒക്കെ സാധിച്ചിരിക്കും. പുതിയ മാർപ്പാപ്പ വന്നിട്ടുണ്ട്. ഒരു മാർപ്പാപ്പ മരിച്ചപ്പോഴാണല്ലോ തോന്നിവാസ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ട് ടൂറ് പോകുന്നത് പോലെ. കണ്ടില്ലേ നിൻ്റെ കൂടെ നിന്ന പുരോഹിതർ? എടാ, നീതിബോധമുണ്ടെങ്കിൽ അപ്പൻ മരിച്ച് കിടക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കണമെന്ന് പറഞ്ഞ് പോകുന്ന ഏതെങ്കിലും മക്കളെ കണ്ടിട്ടുണ്ടോ? ആ മക്കളാണെങ്കിൽ പോകത്തില്ല. ഇത്രയും വലിയ കൊള്ളരുതാഴ്ച പറയുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യർ ഇതേ ആളെല്ലാം കുറയാൻ കാര്യം എന്നാ? സത്യവും നീതിയൊക്കെ മനുഷ്യർക്ക് മനസ്സിലാകുന്നു. പേടിക്കൊന്നും വേണ്ട. നിന്നെ വെല്ലുവിളിക്കുകയാണ്. ചെറിയാൻ ബ്രദറിൻ്റെ മുഴുവൻ കാര്യങ്ങളും മുന്നിൽ കൊണ്ടുതരാം. നിൻ്റെ കാര്യങ്ങളൊന്ന് മുന്നിൽ കൊണ്ടുപോവാ. ഇത് പറയാൻ അദ്ദേഹത്തെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാൽ. നിനക്ക് അദ്ദേഹത്തെപ്പറ്റി എന്തറിയാം? ഒന്നും അറിയാതെ പൊട്ടനെ പോലെ വർത്തമാനം പറയല്ലേ. ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആരെപ്പറ്റിയും തെറി പറഞ്ഞ് നിൻ്റെ തെളിവുണ്ടെ കൊണ്ടുപോവാ, എന്നിട്ട് പറ. ഇല്ല, നിനക്കെതിരെ കേസ് കൊടുക്കും. അപ്പോൾ അത് പ്രശ്നമാവും. കാരണം തെളിവൊന്നും തരാൻ നിൻ്റെ കാണില്ല. പക്ഷെ നിൻ്റെ 10 തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, കൂടുതൽ പറയുന്നില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.